നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈവിട്ട പ്രഖ്യാപനം നടത്തണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വി.ഡി. സതീശന് തോന്നുന്നുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുകൊണ്ടും വെള്ളാപ്പള്ളിയെ വിമർശിച്ചുമാണ് സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തോടെ ജയിച്ചില്ല എങ്കിൽ ഇതിനെ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ളവരൊക്കെ തന്നെ അങ്ങ് വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുകയാണ്. വലിയ പ്രോത്സാഹനമാണ് വി.ഡി. സതീശന് കൊടുക്കുന്നത്. ഇതോടെ വി.ഡി. സതീശന് തന്നെ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടാകും, നൈസ എന്നെ എല്ലാവരും കൂടെ തേക്കാനുള്ള പണിയാണോ എന്ന്. UDF-നെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം ധീരവും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും UDF-ൻ്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. UDF അണികളിലും ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനങ്ങളിലും തനിക്കുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണിതെന്ന് സുധീരൻ പറഞ്ഞു. തന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി SNDP യോഗം ജനറൽ സെക്രട്ടറി പദം ദുരുപയോഗപ്പെടുത്തി വരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളിക്കുള്ള സതീശന്റെ ഈ മറുപടി തികച്ചും പ്രസക്തവും അഭിനന്ദനാർഹവുമാണ്. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മഹത്തായ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ഗൂഢശ്രമമെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. ഇതുവഴി സമൂഹത്തെ വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് മോദി പിണറായി ദ്വയങ്ങളുടെ ദുർഭരണത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് വെള്ളാപ്പള്ളി കളമൊരുക്കുന്നത്. അതോടൊപ്പം തന്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ ഉണ്ടാകാവുന്ന നിയമപരമായ നടപടികളിൽ നിന്നും ഒഴിവാകുക എന്ന ഗൂഢലക്ഷ്യവും വെച്ചു പുലർത്തുന്നുണ്ട്. നാടിന്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ നൽകിയ സന്ദേശങ്ങൾക്കും ഗുരുദേവന്റെ ദർശനങ്ങൾക്കും എതിരെ എക്കാലത്തും പ്രവർത്തിച്ചു വരുന്ന വെള്ളാപ്പള്ളി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്നത് കേരളത്തിന് അപമാനകരമാണ്. നവോത്ഥാന നായകർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആദരവുണ്ടെങ്കിൽ സംസ്ഥാന നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളിയെ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും സുധീരൻ പ്രതികരിച്ചു. വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത് UDF-ന്റെ നിലപാടാണ് എന്ന് VM സുധീരനും പറഞ്ഞു വയ്ക്കുകയാണ്. അടിച്ച ഡയലോഗ് അസ്ഥാനത്തായി പോയോ എന്ന് വി.ഡി. സതീശൻ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടാകുമോ എന്തോ. എന്തായാലും രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞ ആ പോയിന്റ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മുൾക്കിരീടം കൂടിയാണ്. കാരണം UDF-നെ എങ്ങനെയെങ്കിലും വിജയത്തിൽ എത്തിച്ചേ മതിയാകൂ. അതും ഭൂരിപക്ഷത്തിൽ 100 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ കൊണ്ടെത്തിക്കണം. അല്ലെങ്കിൽ വാക്ക് പാലിക്കേണ്ടി വരും, രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടിയാൽ ഒരു മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന ആൾ തന്നെയാണ് വി.ഡി. സതീശൻ. അങ്ങനെ അധികാരമോഹിയല്ല എന്നൊക്കെ വി.ഡി. സതീശനും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അധികാരമോഹം തന്നെയാണ് വി.ഡി. സതീശനും ഉള്ളത്. ചെന്നിത്തല പിന്നെ എത്രയോ കാലങ്ങളായിട്ട് മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തലയിൽ കൈവച്ചത് ശരിക്കും രമേശ് ചെന്നിത്തലയാണ്. കാരണം ഇനിയൊരവസരം ഉണ്ടാകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. വി.ഡി. സതീശനാകട്ടെ എല്ലാവരെയും ഒതുക്കി വരികയുമാണ്. ചെന്നിത്തലയൊക്കെ ഒതുക്കാനുള്ള നീക്കവും ഒരു ഭാഗത്തൂടെ നല്ല വെടിപ്പായി നടക്കുന്നുമുണ്ട്. അടുത്ത തവണ അധികാരം കിട്ടുകയാണെങ്കിൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരാകും മുഖ്യമന്ത്രി? അക്കാര്യത്തിൽ വലതുഭാഗത്ത് വലിയ കൂട്ടടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ്റെ ഈ ഒരു പ്രഖ്യാപനം എന്തായാലും ഒരു അനുഗ്രഹമായിട്ട് ചെന്നിത്തല കാണുന്നുണ്ടാകും. അഥവാ അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വി.ഡി. സതീശന് വനവാസത്തിന് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 കൊല്ലത്തിൽ അധികാരം പിടിക്കാനുള്ള നീക്കമായിരിക്കും രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ വി.ഡി. സതീശ പക്ഷത്തിനും വലിയ രീതിയിൽ ഇപ്പോൾ ഒരു എതിർപ്പ് വരുന്നുണ്ട്. ഒരു കടന്നകൈ പ്രയോഗം നടത്തേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വി.ഡി. സതീശന് നിർദ്ദേശമൊക്കെ പോകുന്നുണ്ട്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെടുന്നതായിരിക്കും. മൂന്നാമതും CPM അധികാരത്തിൽ വന്നാൽ അവർ ചരിത്രം എഴുതി. അല്ല UDF ആണ് വരുന്നതെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ച ആത്മവിശ്വാസവും ആ തലയെടുപ്പും വി.ഡി. സതീശന് ഉണ്ടാകും. എന്തായാലും ആ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു പൂരം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഉറപ്പായും താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പിന്നെ തന്നെ കാണില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വെച്ചങ്ങ് അലക്കിയത്. അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞതാണോ അതോ ശരിക്കും പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിയല്ല എന്നും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു. UDFന് 98 സീറ്റ് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. 97 സീറ്റ് വരെ എന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു സമുദായ നേതാവ്, സംസ്ഥാന രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDFന് 97 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 4-5 സീറ്റ് 100 കവിഞ്ഞു പോകാനുള്ള കാര്യം, അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് 100-ലധികം സീറ്റാക്കും എന്ന് വി ഡി സതീശൻ വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തത്. വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണ് എന്നും കഴിഞ്ഞിടയ്ക്കായിരുന്നു വെള്ളാപ്പള്ളി പരിഹസിച്ചത്. അതിന് പിന്നാലെയാണ് വലിയ വെല്ലുവിളി നടത്തിയതും ആ വെല്ലുവിളി വി ഡി സതീശനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചതും. സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അഹങ്കാരം. ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്യുന്നത്. ഈഴവനായ സുധാകരനെ പുറത്തു ചാടിച്ചു. മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയത് എന്ന് സതീശൻ പറയട്ടെ. ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു. സതീശന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേരില്ലെന്നും തൻ്റെ പൗരുഷത്തിന് ചേരുന്നതല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. നമ്മുടെ സമുദായത്തെ അധിക്ഷേപിച്ച ആളാണ് സതീശൻ. താൻ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ എന്നെ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കേണ്ടതില്ല. ഈഴവന് വേണ്ടി സതീശൻ എന്തു ചെയ്തു? നാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ ഇതൊക്കെ പറയുന്നത്. രാഷ്ട്രീയത്തിൽ അഹങ്കാരം പറയുന്നവർക്ക് തോറ്റ ചരിത്രമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 100 പേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത്. ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. ഈഴവർ വോട്ട് കുത്തുന്ന യന്ത്രമാണ് എന്നല്ലാതെ അവർക്ക് അധികാരം കിട്ടുന്നില്ല. മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവനല്ല ഞാൻ. പറവൂരിൽ 52% വോട്ടുണ്ടെന്ന് പറഞ്ഞ സതീശൻ പറഞ്ഞിട്ടും തോറ്റതോർമ്മയില്ലേ? ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരിക്കുളത്തും തോറ്റ ചരിത്രമുണ്ട് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.